ഹലോ, വെൽക്കം ടു റിച്യൂസ് ബുട്ടീക്ക്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുട്ടികളുടെ ഉടുപ്പിൽ എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്കാണ്. നിങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. സോ സ്റ്റിച്ചഡ് ഫ്രോക്കിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. നമ്മുടെ ഒരു കസ്റ്റമർ ആക്ച്വലി ഗ്രീൻ കളറിൻ്റെ ഒരു മെറ്റീരിയൽ ആദ്യം മേടിച്ചതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതോടെ സെയിം ആയിട്ടുള്ള രീതിയിൽ വരുന്ന രീതിയിൽ വേണം എന്ന് പറഞ്ഞിരുന്നു. സോ അവളുടെ മോൾക്ക് പറ്റുന്ന രീതിയിൽ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതിൽ വാങ്ങിച്ച മെറ്റീരിയലിൻ്റെ സെയിം ഡിസൈനിൽ വരുന്ന രീതിയിൽ ഒരു വർക്ക് ചെയ്ത് തരാനാണ് പറഞ്ഞത്. സോ അതുപോലെ ചെയ്തെടുത്തു. അത് പുളിയൻ വർക്കിൻ്റെ ആയിരുന്നു ചെയ്തിരുന്നത്. ഒരു 3-4 വീഡിയോ മുന്നേ ഞാൻ ആ വർക്കിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. സോ ആ ഒരു രീതിയിൽ തന്നെ ഈ വർക്ക് ചെയ്തെടുത്തു. എപ്പോഴും ചെയ്യുന്ന പോലെ ബുളിയൻ ഫ്ലവേഴ്സാണ് ചെയ്തേക്കുന്നത്. ബുളിയൻ ഫ്ലവേഴ്സിൽ ഫസ്റ്റ് 5 പ്രാവശ്യം ചുറ്റിയെടുത്തു. രണ്ടാമത് ഇതിന് ചുറ്റും ചുറ്റിയെടുക്കാനായിട്ട് 30 പ്രാവശ്യം റൗണ്ട് ചെയ്തെടുക്കുക. റൗണ്ട് ചെയ്ത് ചുറ്റിയെടുക്കുക. കുട്ടി പിള്ളേരുടെ ഉടുപ്പിലാവുമ്പോൾ നമുക്ക് ഇത്രയിലും മാത്രമായിട്ടും നിർത്താം, ഇല്ല കുറച്ചും കൂടെ കൂടുതലുമായിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി ആ ഡിസൈൻ ചെയ്ത് കൊണ്ട് ആ ഡിസൈനിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള വർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെയും ഞാൻ ഫുള്ളായിട്ടുള്ള വർക്കിൽ ചെയ്തിരുന്നത്. ശരിക്കും ചെറിയ പിള്ളേർക്ക് ഈ ഒരു ഡിസൈനിൽ ഇത്രയും നിർത്തിയാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഒത്തിരി വെക്കുന്നതിനേക്കാൾ നല്ലത് ചെറുതായിട്ട് വരയ്ക്കുക. പിന്നെ അത് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെയ്തേക്കുന്ന വർക്കിൻ്റെ അത്രയും ലോക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് കുറച്ച് മേലേന്ന് വീണ്ടും നീഡിൽ ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം 12 പ്രാവശ്യം ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. 12 പ്രാവശ്യം ചുറ്റിയെടുക്കുക. എന്നിട്ട് വലിച്ചെടുക്കുക. ഇനി ആദ്യം തുടങ്ങിയതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. സോ ഈ ഒരു വർക്കാണ് ഇതിന് മുന്നേ ചെയ്തെടുത്തത്. ഇതുപോലെ ഇങ്ങനെ ചുറ്റി ഫുള്ളായിട്ട് എടുക്കുക. എപ്പോഴും ആദ്യത്തെ പെട്ടലിൻ്റെ മിഡിൽ പാർട്ടിൽ നിന്ന് വേണം അടുത്തത് തുടങ്ങാൻ. ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക. ഈ കസ്റ്റമർ നമ്മുടെ അടുത്തുനിന്ന് വർക്ക് ചെയ്ത് 2.5 മീറ്ററിൻ്റെ മെറ്റീരിയലാണ് വാങ്ങിച്ചത്. ആ മെറ്റീരിയലിൽ കുർത്ത തയ്ച്ച് കഴിഞ്ഞിട്ടും ബാലൻസ് ഉണ്ടായിരുന്ന മെറ്റീരിയലിലാണ് ഇതുപോലെ ഉടുപ്പ് തയ്ക്കാൻ വരെ കിട്ടിയത്. സോ അത്രയും ലെങ്ത്തിലുള്ള മെറ്റീരിയലാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലത്തെ വർക്ക് ചെയ്ത് കിട്ടാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. മെറ്റീരിയൽ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇന്ന് മെറ്റീരിയലിൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരാൻ പറ്റുന്നതാണ്. കോട്ടൺ സിൽക്ക് മാത്രമല്ല വേറെയും പല മെറ്റീരിയൽസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെയായാലും ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ വർക്ക് ഡീറ്റെയിൽസും ഡിസൈൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. സോ ആദ്യത്തെ ഫ്ലവർ ചെയ്തു. രണ്ടാമത്തെ കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള ഫ്ലവറാണ്. വീണ്ടും ഡാർക്ക് ലൈറ്റ് ആ ഒരു ഷെയ്ഡിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിന് ഇല തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇല തയ്ക്കാനായിട്ട് കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡിലുള്ള ഗ്രീൻ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇല തയ്ച്ച് വെച്ചേക്കുന്നത്. ഇല 3 ഇലയാണ് ഒരു സെറ്റിൽ വരുന്ന രീതിയിലാണ്. ഒരു വി ഷേപ്പിൽ 2 സൈഡിലേക്കും ഓരോന്ന് വെച്ച് വരും. അങ്ങനെ 2 എണ്ണവും അതിൻ്റെ വീൻ്റെ നടുക്കായിട്ട് മേലേക്ക് ഒരു ഷേപ്പും കൂടെ ആയിട്ട് ഒരു ഇലയും കൂടെ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. സോ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലും തയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തയ്ക്കാം. ഹെവി ആയിട്ടുള്ള ബീഡ് വർക്ക് മാത്രം ചെയ്യാൻ, അതായത് ആരി വർക്ക് ചെയ്യാൻ മാത്രമാണ് കുറച്ച് കഷ്ടപ്പാടുള്ളൂ. കാരണം ഓൾറെഡി ഇപ്പോൾ തയ്ച്ചണയിൽ ആരി വർക്ക് ചെയ്ത് അത്രയും ടൈറ്റായിട്ട് ഫ്രെയിമായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ത്രെഡ് വർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ചെറിയ ബീഡ് വർക്കും ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. സോ തയ്ച്ച മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുകയാണെങ്കിൽ അതിൽ ത്രെഡ് വർക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് തരാനും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വെയർ കുർത്തയുടെ തൊട്ട് മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഒരു 2-3 കുർത്തയുണ്ട്. അതിൽ വർക്ക് ചെയ്യണം എന്നാണെങ്കിലും ആ തയ്ച്ചേക്കുന്ന കുർത്ത അയച്ചു തന്നാലും മതി. ഇതുപോലെ ഒരു ഫ്ലവറിന് 3 ലീഫിൻ്റെ സെറ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴും നല്ല ടൈറ്റായിട്ട് എടുക്കുക. കാരണം ഇത് ഇത്തിരി ഫ്രെയിം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഓൾറെഡി സ്റ്റിച്ച്ഡ് ആയതുകൊണ്ട് ഇത്തിരി ഫ്രെയിം ലൂസാണ്. അതുകൊണ്ട് ഫ്രെയിം ലൂസായ സ്ഥിതിക്ക് നമ്മൾ തയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് ടൈം എടുത്ത് വേണം തയ്ക്കാൻ.
കറക്റ്റായിട്ടുള്ള ഇതിൽ പിടിച്ചെടുക്കാനായിട്ട്. ഓൾറെഡി ഫ്രെയിമിലുള്ളതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ച് പോകാൻ പറ്റും. പക്ഷേ സ്റ്റിച്ച്ഡ് ആകുമ്പോൾ ഫ്രെയിമിൽ കയറി അത്ര ടൈറ്റായിട്ട് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് മെറ്റീരിയൽ തയ്ക്കാനായിട്ട്. അതിന് കൂടുതൽ സമയവും എടുക്കുന്നതാണ്. ഇതുപോലെ രണ്ടാമത്തെ സെറ്റ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സെറ്റ് ഒരേ ഫ്ലവറിന് തന്നെ തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ തയ്ച്ച പോലെ എല്ലാ ഫ്ലവേഴ്സിനും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാ ഫ്ലവേഴ്സിനും തയ്ച്ചെടുത്തു. അടുത്തത് ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ്. റൗണ്ട് വൈറ്റ് കളർ ബീഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അവർക്ക് എപ്പോഴും ബീഡ് കോർക്കുമ്പോൾ ഒരേ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ 2 പ്രാവശ്യം ക്രോസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് ടൈറ്റ് ആവത്തില്ല. സോ 2 പ്രാവശ്യം വെച്ച് ഓരോ ബീഡിൻ്റെ അകത്തേക്കൂടെ വീണ്ടും സൂചി കയറ്റിയെടുത്ത് വേണം തയ്ക്കാൻ. ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഉടുപ്പിൻ്റെ താഴെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് മേലെ ഒന്ന് താഴെ എന്നുള്ള രീതിയിൽ ഒന്ന് ഫില്ലാക്കുന്ന രീതിയിലായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള സൈസിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ അങ്ങ് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. നെക്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്, താഴെയും വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇനി കിട്ടാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഹാൻഡ് എംബ്രോയ്ഡർഡ് വർക്ക്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. വർക്ക് ചെയ്ത് നിങ്ങളുടെ മോഡൽ അനുസരിച്ച് വർക്ക് ചെയ്ത് കൊറിയർ ചെയ്തും തരുന്നതാണ്. താങ്ക് യു.